മരണം അങ്ങേയറ്റം ദാരുണമാണ്. ലോകമെമ്പാടുമുള്ള മലയാളികളുടെ മനസ്സിനെ പിടിച്ചുലച്ചതാണ്, തർക്കമേതുമില്ല. അങ്ങയുടെ ചോദ്യത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം സൂചിപ്പിച്ചതുപോലെ ഒരു മരണത്തെ മുൻനിർത്തി രാഷ്ട്രീയ ലാഭം കൊയ്യാൻ വേണ്ടി എന്തെങ്കിലും സാധ്യതയുണ്ടോ? അങ്ങനെ തിരക്കുകയാണ് കേരളത്തിലെ ഇടതുപക്ഷ വിരുദ്ധ ദുഷ്ടമഹാസഖ്യം. കേവലമായ പ്രതിപക്ഷം കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF എന്ന നിലയിൽ മാത്രമല്ല, ഇടതുപക്ഷ വിരുദ്ധ ദുഷ്ടമഹാസഖ്യത്തിന്റെ ശ്രമം ഈ ദാരുണമായ സംഭവവികാസത്തെ മുൻനിർത്തി ഏതു വിധത്തിൽ രാഷ്ട്രീയ ലാഭം കൊയ്യാൻ കഴിയും, എങ്ങനെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ജീവനെടുക്കാൻ കേരളത്തിൽ പരിശ്രമിക്കാം, ഈ നിലയിലാണ്. കെവിൻ കാർട്ടറുടെ ചിത്രത്തിലെ കുപ്രസിദ്ധി ആർജിച്ച കഴുകനാണ്. എന്റെ ഓർമ്മ ശരിയെങ്കിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ പട്ടിണിയുടെ ദൈന്യത പകർത്താനുള്ള ശ്രമങ്ങൾക്കിടയിൽ വെച്ചിട്ടാണ് വിശന്ന് വലഞ്ഞു മരിക്കാറായ കുഞ്ഞിന്റെ പുറകിൽ കഴുകൻ കണ്ണുകളോടുകൂടെ നോക്കി നിൽക്കുന്ന പട്ടിണിയുടെയും വിശപ്പിന്റെയും ക്രൂരതയാർന്ന ചിത്രം അദ്ദേഹം പകർത്തുന്നത്. ആ കഴുകനെ അനുസ്മരിപ്പിക്കുന്ന മുഖങ്ങളാണ് നിർഭാഗ്യവശാൽ കേരളത്തിലെ പ്രതിപക്ഷ നേതൃത്വധാരയിൽ ഇന്ന് സമരമുഖത്ത് പ്രത്യക്ഷപ്പെട്ട പല ആളുകൾക്കും ഉണ്ടായിരുന്നത്. അങ്ങ് സൂചിപ്പിച്ച യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായിട്ടുള്ള ഈ സംവാദം, അത് ആ സംവാദത്തിൽ പങ്കെടുക്കേണ്ട വന്ന ഒരാൾ ഞാനായിരുന്നു. ആ സംവാദത്തിനിടയിൽ വെച്ചിട്ടാണ് ജില്ലാ കളക്ടർ മുതൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ സൂപ്രണ്ടിനെ വരെ ഇവൻ മുതൽ ഓക്കൻ ഈ വാചകങ്ങളിലാണ് യൂത്ത് ഉത്തരവാദിത്തമുണ്ട് എന്ന് നമ്മൾ ഇപ്പോഴും കരുതുന്ന ഒരു സംഘടനയുടെ സംസ്ഥാന നേതാവ് വിളിച്ചിട്ടുണ്ടായിരുന്നത്.